കിക്ക് ബോക്സിംഗിൽ കിങ് മേക്കറായി മാറിയ ഒരു കോച്ചിനെയും ശിഷ്യന്മാരെയും പരിചയപ്പെടാൻ പോവുകയാണ് നമ്മൾ കോഴിക്കോട്ടേക്ക്. ബേപ്പൂർ അരക്കിണ് സ്പാർട്ടൻസ് അക്കാദമിയിലെ കോച്ച് പി സാജന്റെ കീഴിൽ പരിശീലനം നേടിയ നിരവധി താരങ്ങളാണ് ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ മികവ് തെളിയിച്ചത്. ദിപിൻ ദേവ് ഡൽഹിയിൽ നടന്ന വോക്കോ ഇന്ത്യ ഇന്റർനാഷണൽ കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് 2025-ൽ K1 57 കിലോ വിഭാഗത്തിൽ സ്വർണ്ണ ജേതാവ്. ലജിത് ആൻഡ് പ്രശോഭ് ഉത്തരാഖണ്ഡിൽ നടന്ന 38ാമത് നാഷണൽ ഗെയിംസിൽ കേരളത്തെ പ്രതിനിധീകരിച്ചു. ടീമിനത്തിൽ 6ാം സ്ഥാനമുണ്ട് ലജിത്തിന്. ഈ തവണ ഉത്തരാഖണ്ഡിലെ നാഷണൽ ഗെയിംസിൽ ഞങ്ങൾ രണ്ടുപേരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. മോഡേൺ പെൻഡാത്ലോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇവന്റിൽ എനിക്ക് 6th പൊസിഷനും ഇവന് 7th പൊസിഷനായിരുന്നു. ഈ പ്രാവശ്യം ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റിയതാണ്. ഞങ്ങളെല്ലാവരും മാർഷൽ ആർട്സ് ആണ് ചെയ്യുന്നത്. ഇവളാണെങ്കിൽ ഇന്റർനാഷണൽ ചെയ്തതാണ്. ഇവനും ഇന്റർനാഷണൽ ഇപ്പോൾ സാംബോ ഇന്റർനാഷണൽ അടിച്ചു വന്നതാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ബേസിക്കലി മാർഷൽ ആർട്സ് ആണ്. സോ ഞങ്ങൾ എല്ലാ ഇവൻറ്റും ചെയ്യാറുണ്ട്. റൺ ചെയ്യാറുണ്ട്. ഇപ്പോൾ മോഡേൺ പെൻഡാത്ലോണിൽ ഞങ്ങളൊരു ഇവൻറ്റാണ് ചെയ്തത്. അത് റണ്ണിങ്, ഷൂട്ടിംഗ്, സ്വിമ്മിങ് ആണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ റണ്ണിങ്ങും സ്വിമ്മിങ്ങും ഓൾറെഡി ചെയ്യാറുണ്ട്. അതിൻ്റെ കൂടെ ഷൂട്ടിംഗ് കൂടെ പ്രാക്ടീസ് ചെയ്തു. ഞങ്ങൾ ഓരോ ഇവൻറ്റ് വരുമ്പോൾ അതിനനുസരിച്ച് ഞങ്ങളെല്ലാവരും പ്രാക്ടീസ് ചെയ്യും. തേജസ്വി ഇന്റർനാഷണൽ കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ K1 80 കിലോ വിഭാഗത്തിൽ വെങ്കലം നേടി. NS ഗൗതം ശ്രീലങ്കയിൽ നടന്ന ഓഷ്യാനിയ ബീച്ച് സാംപോ ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിൽ 57 കിലോ വിഭാഗത്തിൽ വെള്ളി നേടി. നിരവധി ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ പങ്കെടുത്ത പി സാജന്റെ പരിശീലനമാണ് ഇവർക്കെല്ലാം കൈമുതൽ. സ്പാർട്ടൻസ് കാലിക്കറ്റ് എന്ന് പറഞ്ഞ ക്ലബ്ബാണ്. ക്ലബ്ബ് തുടങ്ങിയിട്ട് 12 വർഷം കഴിഞ്ഞു. 8ഓളം ഇന്റർനാഷണൽ പ്ലേയേഴ്സ് ഉണ്ട്. അവർക്കൊക്കെ ഇന്റർനാഷണൽ ലെവലിൽ മെഡലുണ്ട്. അതുപോലെ അതിൽ കൂടുതൽ നാഷണൽ പ്ലേയേഴ്സും. കുട്ടികളുടെ ടാലൻ്റ് അനുസരിച്ച് ഡിഫറെൻറ്റ് ഇവൻറ്റുകളിലേക്ക് അവരെ മാർഷൽ ആർട്സ് ഓരോ സ്പോർട്ടുകളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിൽ നമുക്ക് എല്ലാവരും കൃത്യമായി ട്രെയിനിങ് കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. അതിൻ്റെ കൃത്യമായ അച്ചീവ്മെൻറ്റും കുട്ടികൾക്കുണ്ട്. മികച്ച ട്രെയിനിങ് നൽകിയാൽ കിക്ക് ബോക്സിംഗിൽ വിദ്യാർത്ഥികൾക്ക് അവസരങ്ങൾ ഏറെയാണ്. കഠിനമായ പരിശ്രമവും ചിട്ടയായ പരിശീലനവുമാണ് നേട്ടങ്ങളുടെ പോംവഴി. റിപ്പോർട്ടർ കോഴിക്കോട്.